ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാനായിട്ട് ഈ ചില്ലിങ്കൂട്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. യെസ്, തൃശ്ശൂർക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് എവിടെയാണെന്ന് അല്ലേ. ഈ പൊരിച്ച കോഴിയും വറുത്ത കാടയും ഇടിച്ച ബീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് തൊമ്മൻ ചേട്ടൻ്റെ കടയാണല്ലോ അത്. യെസ്, ഇത് തൊമ്മൻ ചേട്ടൻ്റെ കടയാണ്. നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം തൊമ്മൻ ചേട്ടൻ. തൊമ്മൻചേട്ടൻ്റെ കടയുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് അടിമുടി മാറിയിട്ടുണ്ട്. കാരണം ആ ലൊക്കേഷൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ ലൊക്കേഷനിൽ നമുക്ക് ഇരുന്ന് വിസ്താരമായിട്ട് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല പാർക്കിങ്ങും ഉണ്ട്. രുചിയിലോ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. നല്ലതുപോലെ തൂക്കിയെടുത്ത് വറുത്ത് കോരി നല്ല ഭംഗിയായിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് തരും. എനിക്കിവിടെ നിന്ന് കഴിച്ചു നോക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ പാർട്സാണ്. ചിക്കൻ പാർട്സ് വറുത്തിട്ടാണ് തരുന്നത്. വലിയ മസാലകളൊന്നുമില്ലാതെ വളരെ ലൈറ്റായിട്ട് നമുക്ക് വറുത്ത് കോരി ഗാർണിഷ് ചെയ്ത് തരും. സൂപ്പറാണ് അത് കഴിക്കാനായിട്ട്. അവിടുത്തെ ചായയുടെ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ചിൽഡായിട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ കൂടുതലും അത് പാഴ്സലാണ് മേടിക്കാറ്. കാരണം എനിക്കത് വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കുറച്ച് ചില്ലായി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഇടിച്ച ബീഫാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേർക്ക് ഒരുമിച്ചൊക്കെ കഴിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. കാരണം ഒരു പ്ലേറ്റ് ബീഫ് ഇടിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായ അത്യാവശ്യം നല്ലതുപോലെ കഴിക്കും. അപ്പോൾ അതൊരു 3-4 പേരൊക്കെ ചേർന്ന് കഴിക്കേണ്ട ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തത്, കാട വറുത്തത്, കുഞ്ഞു പൊറോട്ട, ദോശ, ഇതൊക്കെ കിടലനാണ്. ചായ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ, മാറ്റി നിർത്താൻ ഒട്ടും പറ്റില്ല. കാരണം നല്ല സ്ട്രോങ് ചായയാണ്. ഞങ്ങളിവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് തൊമ്മൻ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം, അതായത് പച്ചമാങ്ങ ജ്യൂസിൽ 1-2 ഐറ്റംസൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാധനം പുള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഗ്ലാസ് കുടിച്ച് നോക്കി. അടിപൊളിയാണ്, അതിൻ്റെ കൂട്ട് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റിയാണ്. എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ വ്യത്യസ്തതയുണ്ട്. അതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയവും. പിന്നെ അദ്ദേഹം നല്ല സ്മാർട്ടാണ്. ആര് വന്നിട്ടുണ്ടെങ്കിലും നല്ല പോലെ തന്നെ സംസാരിക്കും. എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെ തന്നെ നോക്കി കാണുന്ന ഒരു വ്യക്തി. ആരിലും പാർഷ്യാലിറ്റി ഇല്ല, എല്ലാവരും ഒരുപോലെ വെൽക്കം ചെയ്യുന്ന ഒരാളാണ് തൊമ്മൻ ചേട്ടൻ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാവരോടും ഒരുപോലെ ഓടി നടന്ന് സംസാരിച്ച് കഴിച്ച് നോക്കുക, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മേടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നൊരു വേറെ ലെവൽ ആളാണ് നമ്മുടെ തൊമ്മൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ തൊമ്മൻ ചേട്ടൻ്റെ പുതിയ കടയിലേക്ക് ഇതുവരെ ചെല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം ട്രൈ ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബാബ ഫ്രം വി വ്ലോഗ് തൃശ്ശൂർ.